നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒട്ടേറെ നേട്ടങ്ങൾ എത്തിച്ചേരുന്നു. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഒട്ടനവധി അവസരങ്ങൾ തേടിയെത്തുന്നു. ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യത്തിന് തുടക്കം കുറിക്കാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന പ്രതീക്ഷകൾക്കൊത്ത നേട്ടങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അനുകൂലമായ ഫലങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നു. പരീക്ഷണ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പ്രാരാബ്ദങ്ങളൊക്കെ മാറി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ വന്നു ചേരുന്നു. അതിലൂടെ അവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈശ്വരൻ ഇവരുടെ മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നു. അവസരങ്ങൾ വന്നു ചേരുമ്പോൾ സന്തോഷത്തിൻ്റെയും മനസമാധാനത്തിൻ്റെയും ഒരു കാലഘട്ടം തന്നെയാണ് ലഭിക്കുക. ഇത്തരത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ, അവസരങ്ങൾ, ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ, വിജയത്തിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന അവസരങ്ങൾ, ഇതൊക്കെ അനുഭവവേദ്യമാക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ചില ഘട്ടങ്ങളിൽ ഇവരുടെ കയ്യിൽ നിന്ന് സൗഭാഗ്യം പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകാം. എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും അവസാന ശ്രമത്തിൽ അതൊക്കെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു എന്നുള്ള ഒരു പരാതി എപ്പോഴുമുണ്ട്. അതായത് ഇവർക്ക് ഭാഗ്യമില്ല, ഇവർ അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും അതൊന്നും അവർക്ക് ലഭിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇനി അങ്ങോട്ട് ഇവർക്കുണ്ടാകില്ല. കാരണം ഇവർ ചെറിയൊരു തുടക്കം മാത്രം ഏർപ്പെട്ടാൽ അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു സമയം ഇവർക്ക് സാധിക്കും. പ്രത്യേകിച്ചും ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ, അതായത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിജയപഥത്തിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും അനുകൂലമായ ഫലങ്ങൾ, അത് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഇവർ എടുക്കുന്ന തീരുമാനത്തിലാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ വിവേകപൂർണമായ ഇടപെടലുകൾ വലിയ ഉയർച്ചയിലേക്ക് ഇവരുടെ ജീവിതം കൊണ്ടുവരും. കുടുംബപരമായിട്ട് സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷം ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്ന് ഇവർ ഒരുമിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നു. പ്രത്യേകിച്ചും പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് പരീക്ഷയിൽ അനുകൂലമായ ഒരു സമയം, അതായത് ആ പരീക്ഷകൾ മിന്നുന്ന വിജയത്തോടുകൂടി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. തൃക്കൈവെണ്ണ, അതോടൊപ്പം തന്നെ പാൽപായസം നിവേദ്യം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവിടെ മാറുകയും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയ ആളുകൾക്ക് ഈ ഒരു സമയം ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ മാറും. ആരോഗ്യപരമായിട്ട് ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറി നിൽക്കുന്ന സമയം കൂടിയാണ്. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കും. ഈശ്വരീയമായ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന സമയമുണ്ടാകും. ഇവർ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ ഒക്കെ നിത്യസന്ദർശനം നടത്തുന്നതിനും മനസ്സും ശരീരവും ഒക്കെ വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ അത് ഇവർക്ക് അനുകൂലമായി വന്നു ചേരുകയും അതിലൂടെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ ചെയ്യുന്നത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഭഗവാന്റെ തിരുനടയിൽ നാളികേരം തലയ്ക്കൊഴിഞ്ഞ് 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് എറിഞ്ഞുടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ
അതൊക്കെ മറികടക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മനഃശാന്തി വന്നു ചേരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ പ്രധാന കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് അറിയിക്കുന്ന അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവർ മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. തൊഴിൽപരമായിട്ട് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സമയമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് വിജയകരമായി പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അവസരങ്ങൾ, പണലഭ്യത ഇതൊക്കെ അവരുടെ കൂടെ വന്നു ചേരുന്നു. അതിലൂടെ ഇവർക്ക് നല്ലൊരു കുടുംബ ജീവിതവും ജീവിത നേട്ടങ്ങളും വന്നു ചേരുന്നു. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വലിയ ലാഭ സാധ്യതകളാണ് തെളിയുന്നത്. ഇടപാടുകളൊക്കെ വലിയ വിജയമായി ഇവർക്ക് പരിണമിക്കുന്നു. വിദേശവാസത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ മികച്ച നേട്ടങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും അലസത, മടി ഇത്യാദി കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കുകയും മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യുന്ന സമയമാണ്. വിശ്വാസവും സഹകരണവും ഒക്കെ വർദ്ധിച്ചു കാണുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു. പുരോഗതി കൈവരിക്കുന്ന സമയമാണ്. ഈശ്വരവിശ്വാസമൊക്കെ ഇവർക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ദാമ്പത്യ സൗഖ്യം വന്നു ചേരും. കുടുംബാന്തരീക്ഷം അനുകൂലമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും മികച്ച അവസരങ്ങളിലൂടെ ഇവർക്ക് നല്ല നിലയിൽ സ്ഥാനലബ്ധി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. പരിശ്രമത്തിലൂടെ മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ഇവരുടെ കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ സാമ്പത്തിക വിജയം കൈവരിക്കുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളും മാറുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ലാഭം വർദ്ധിച്ചു കാണുന്നു. ചെലവുകൾ അധികരിക്കാതെ നോക്കണം. മികച്ച മുന്നേറ്റം ഉണ്ടാകുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പ്രൊമോഷൻ ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബ അന്തരീക്ഷം വളരെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു. പ്രതീക്ഷകൾക്കൊത്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത്. അവസരങ്ങൾ വന്നു ചേർന്ന് അത് പൂർണ്ണ തോതിൽ അനുഭവിക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കും. തടസ്സപ്പെട്ട് കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷം അനുകൂലമായി നിൽക്കുകയും ബന്ധുജനങ്ങളുടെ സഹായ സഹനങ്ങൾ, പിന്തുണ ഇതൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്നു. ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്നു. ദൈവവിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ അവരുടെ ജീവിതത്തിൽ മികച്ച ഫലങ്ങൾ തന്നെ കൊണ്ടുവരുന്നു. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. ദാമ്പത്യ വിജയമൊക്കെ ഇവർക്ക് വന്നു ചേരും. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുരോഗതിയും ഐശ്വര്യവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ അസുലഭമായി ലഭിക്കുന്ന ഒട്ടേറെ ഭാഗ്യ നിമിഷങ്ങളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നു. പ്രതീക്ഷകൾക്കൊത്ത നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. ഇവിടെ പരിശ്രമം മികച്ച നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.